ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം, വേണ്ടെങ്കിൽ വേണ്ട, അവിടെ വെച്ച് പൊക്കോ, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെയല്ലല്ലോ, പണി ചെയ്യും വേണം, കാശും കിട്ടില്ല. കസ്റ്റമേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മിനിമം ഒരു 30-50 അല്ലെങ്കിൽ 1 കോടി 2 കോടിയൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനവരെന്തായാലും നമ്മുടെ അടുത്ത് റിവ്യൂ ചെയ്യാൻ പറയും, വീണ്ടും റിവ്യൂ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും 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 രാത്രിയും പകലൊക്കെ എന്തിങ്ങനെ ഡ്രോ ചെയ്യും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥത്തോട് കൂടി ചെയ്യുക, അങ്ങനെ ഞാൻ ചെയ്യും. പക്ഷേ ലാസ്റ്റ് എന്തുണ്ടാവുക, അവർ ഇത്ര അധികം 1-2 ആഴ്ചയൊക്കെ റിവ്യൂ ചെയ്തിട്ട് അവർ ഈ സാധനം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് പോകും. നമുക്ക് പൈസ തരില്ല. നമ്മൾ ഇത്ര നാൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഇരുന്ന് വർക്ക് ചെയ്ത് വെറുതെ ഇല്ല. അങ്ങനെ 1-2 വട്ടമായപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു ഇതായി. എന്തായാലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം, പക്ഷെ അതൊരു ബിസിനസ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ ഫസ്റ്റൊക്കെ ഭയങ്കര ബോധമായിരുന്നു, ഞാൻ നന്നാവോ, എന്നെ ആളുകൾ കളിയാക്കോ. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മുടെ ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് അവരൊക്കെ നമ്മളെ കളിയാക്കും. ഞാൻ വിചാരിച്ചു എത്ര നാളെ ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത്, ഈ ആളുകൾ ഇങ്ങനെ കണ്ട് എന്ത് വിചാരിക്കാൻ ഇടന്നെ. ഇപ്പം എനിക്ക് ആരും പരിചയമില്ലല്ലോ. നമ്മുടെ കാലം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ എന്തായാലും നമ്മളൊരു ഫിസിക്കൽ ഷോപ്പ് ചെറുതിട്ടിട്ടാൽ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ റീറ്റെയിൽ ഷോപ്പ് നടക്കുന്ന ആളാണ്, അപ്പം അച്ഛൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്കൊരു ധൈര്യം, എന്തായാലും ആളുകൾ അന്വേഷിച്ച് വരും എന്നുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ തുടങ്ങി.